വാഗ്ദാനങ്ങൾ പലതുണ്ടായിട്ടും ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടുകയാണ് തൊടുപുഴ നഗരം. ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫ്ലൈ ഓവറുകൾ ഇപ്പോഴും കടലാസിൽ ഒതുങ്ങുമ്പോൾ ജനങ്ങളുടെ യാത്രാ നരകം അനുദിനം വർദ്ധിക്കുകയാണ്. അധികാരമേറ്റ പുതിയ സംസ്ഥാന സർക്കാരും പുതിയ MLAയും ഈ ചക്രവ്യൂഹത്തിന് അറുതി വരുത്തുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. വികസനത്തിന്റെ പെരുമ്പറ മുഴങ്ങുമ്പോഴും തൊടുപുഴയുടെ ഹൃദയമിടിപ്പ് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്കിൽ തടസ്സപ്പെടുകയാണ്. KSRTC ജംഗ്ഷൻ മുതൽ വെങ്ങല്ലൂർ കവല വരെ നീളുന്ന വാഹനങ്ങളുടെ കിലോമീറ്ററുകളോളമുള്ള ക്യൂ നിത്യസംഭവം. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ബജറ്റിൽ 10 കോടി രൂപ വകയിരുത്തി ഫ്ലൈ ഓവർ പ്രഖ്യാപിച്ചെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ല. കാൽനട യാത്രക്കാർക്ക് മാഞ്ഞുപോയ സീബ്ര ലൈനുകളിലൂടെ ജീവൻ പണയം വെച്ച റോഡ് മുറിച്ചു കടക്കേണ്ടി വരുന്നതാണ് സാഹചര്യം. റോഡരികിലെ അനധികൃത പാർക്കിങ്ങും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ നഗരസഭയോ പോലീസോ കാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമില്ല. തൊടുപുഴയിൽ ഗതാഗത ഉപദേശക സമിതിയുടെ പ്രവർത്തനത്തിനെതിരെയും പരാതിയുണ്ടെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. ഫ്ലൈ ഓവർ ഉൾപ്പെടെ ബഡ്ജറ്റിൽ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ഈ 10 വർഷത്തിനുള്ളിൽ അത് എന്തെങ്കിലും ഒരു രീതിയിലുള്ള നടപ്പാക്കാനോ ബാക്കി കാര്യങ്ങളോ KSRTC ജംഗ്ഷനിലെ അത് നടപ്പാക്കാനോ ഒന്നും ഇതുവരെ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് തൊടുപുഴ ടൗണിലെ ട്രാഫിക് സംവിധാനം. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ പാർക്കിംഗ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ടൗണിലെ പാർക്കിങ്ങിന് പല രീതിയിലുമുള്ള ക്രമീകരണങ്ങൾ ചെയ്താൽ മാത്രമേ ടൗണിലെ പാർക്കിംഗ് സംവിധാനം ശരിയാക്കാൻ പറ്റുള്ളൂ. കാരണം എല്ലാ കടകളുടെ ഫ്രണ്ടുകളിലും അലക്ഷ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് പോകുന്നത് ഒരു വലിയ ഒരു ഇതാണ്. പിന്നെ അനധികൃതമായിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡുകൾ പല സ്ഥലത്തും വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമാകുന്ന രീതിയിലാണ് ഓട്ടോ സ്റ്റാൻഡുകൾ സ്ഥിതി ചെയ്തത്. അത് പുനർനിർണ്ണയം നടത്തി അതുപോലെ തന്നെ പല ബസ് സ്റ്റോപ്പുകൾ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ തൊടുപുഴയിൽ വരുന്ന എല്ലാ വണ്ടികളും പല സ്ഥലത്തുനിന്ന് വരുന്ന വണ്ടികളെല്ലാം ഒന്നിച്ചു വരുന്നത് KSRTC ജംഗ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ നിന്ന് പാല ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തേക്കും പുറപ്പെടുന്ന ബസ്സുകളും KSRTC ജംഗ്ഷൻ വഴി ചെന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. അതുതന്നെ ഒരു വലിയൊരു ട്രാഫിക് ബ്ലോക്കിനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിലെ അനധികൃതമായിട്ടുള്ള ഉന്തുവണ്ടി കച്ചവടം, ടൗണ് ബസ് സ്റ്റോപ്പുകൾ അല്ലെങ്കിൽ മെയിൻ റോഡുകൾ കേന്ദ്രീകരിച്ച് ഈ അനധികൃതമായിട്ടുള്ള ഉന്തുവണ്ടി കച്ചവടങ്ങളും അതും അടിയന്തരമായിട്ട് നിരോധിക്കേണ്ടതാണ്. പുതിയ ബസ് ടെർമിനൽ പ്രവർത്തനം തുടങ്ങിയതോടെ KSRTC ജംഗ്ഷനിലെ ട്രാഫിക് കുരുക്ക് ഇരട്ടിയായി. മൂപ്പിൽക്കടവ് റോഡിൽ നിന്നും കോതായിക്കുന്ന് ബൈപ്പാസിലേക്ക് നീളുന്ന ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കാതെ ഈ ശ്വാസം മുട്ടലിന് പരിഹാരമുണ്ടാകില്ല. വാഗ്ദാനങ്ങളുടെ പുകമറ മാറ്റി മൾട്ടി ലെവൽ പാർക്കിംഗ് പ്ലാസകളും ശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരങ്ങളും നടപ്പിലാക്കണമെന്ന ആവശ്യങ്ങൾക്ക് കാലങ്ങളുടെ പഴക്കമുള്ളതായും നാട്ടുകാർ പറയുന്നു. ഏറ്റവും വലിയ ഗതാഗതം കൊടുക്കുന്ന ഇടുക്കി ജംഗ്ഷൻ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്ന് KSRTC ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി അവിടെ ജാമാവുകയാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡിലേക്ക് പോകുന്നത് 2 സ്റ്റാൻഡിലേക്ക് പോകുന്നു, ഇടുക്കിക്ക് മൂലാറ്റം പോകുന്നു, തിരിച്ചു ഇങ്ങോട്ടും ഗാന്ധി സ്ക്വയർ മുതൽ മിക്ക സമയത്തും 10 മിനിറ്റ് 15 മിനിറ്റിലധികം വണ്ടി അവിടെ പാസ് ചെയ്ത് പോകുന്നൊരു സമയമെടുക്കുന്നു. അടുത്തുള്ള ആശുപത്രിയിൽ പോകുന്നതിന് രോഗികൾക്ക് കടന്നു പോകാൻ പറ്റേണ്ടി വരുന്നു. ഫുട്പാത്തൊക്കെ കയ്യേറി കിടക്കുന്ന കച്ചവടക്കാർ അതിന് തടസ്സമാകുന്നു. അതുപോലെ അവിടെ ട്രാഫിക് ഒരു പോലീസുകാരൻ മാത്രമേ അവിടെ നിൽക്കുന്നുള്ളൂ. അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ കത്തുന്നുമില്ല, അവിടെ പ്രവർത്തിക്കുന്നുമില്ല. അതുകൊണ്ട് എത്രയും വേഗം തൊടുപുഴയിലെ യാത്രാക്കുരുക്ക് പരിഹരിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു. പുതിയ ഭരണമേൽക്കുന്നവർ ഒന്നുമാത്രം ഓർക്കുക, തൊടുപുഴയ്ക്കിനി വേണ്ടത് പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളല്ല, മറിച്ച് ഈ ട്രാഫിക് നരകത്തിൽ നിന്നുള്ള ശാശ്വതമായ മോചനമാണ്. പ്രഖ്യാപനങ്ങളുടെ പുകമറയ്ക്കപ്പുറം ഈ ജനകീയ പ്രശ്നത്തിൽ പുതിയ സർക്കാരും ജനപ്രതിനിധിയും കണ്ണു തുറക്കുമോ എന്ന് കണ്ടറിയണം.